ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ വളകാപ്പിനുള്ള സാരി എടുക്കാനായിട്ടാണ് നമ്മളെല്ലാവരും കൂടി ഈ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ മൂഡ് അങ്ങോട്ട് എനിക്ക് ശരിയല്ല. എൻ്റെ മുഖം കാണുമ്പോഴേ അറിയാം എനിക്ക് അങ്ങോട്ട് ഓക്കെ അല്ല. കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ വാശി പിടിച്ച് ബേക്ക് ചെയ്തിട്ട് എനിക്കങ്ങോട്ട് ഓക്കെ ആവുന്നതേ ഇല്ല. എന്തിട്ടാണെന്നറിയത്തില്ല. ഇന്നത്തെ ദിവസം എനിക്ക് പറഞ്ഞിട്ടുള്ള ദിവസം എല്ലാം തോന്നും. അപ്പോൾ 2-3 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തിട്ട് ഇന്നാണ് കേട്ടോ പോകാൻ പറ്റിയത്. ചേട്ടൻ ഇന്നാണ് വരാനുള്ള സമയം കിട്ടി. ഇതാ പറയുന്നത്, കാർ പഠിക്കണം. കാർ പഠിച്ച് ലൈസൻസ് ഉണ്ടായിട്ട് എന്തോ കാര്യം, ഞാൻ എന്തോ ഇങ്ങനെ ഈ കാണിച്ച് കൂട്ടുന്നതെന്നാണ് ഞാൻ ഇപ്പം ആലോചിക്കുന്നത്. മര്യാദയ്ക്ക് അന്നേ നേരെ ചൊവ്വേ ഓടിച്ച് പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് തനിയെ വന്നുകൂടായിരുന്നോ? പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ലാസ്റ്റ് രാമചന്ദ്രനിലോട്ടാണ് കേട്ടോ സാരിക്കായിട്ട് ചെന്ന് കയറിയത്. എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ അത്യാവശ്യം കളക്ഷൻ ഉണ്ട് എന്ന് പറയാം. പക്ഷേ എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചേട്ടൻ എടുത്ത് കാണിച്ചു, നീ ഏതെങ്കിലും ഒന്ന് എടുക്കുക, അതെടുക്കുക, ഇതെടുക്കുക, ഏതെങ്കിലും എടുത്തിട്ടൊന്ന് വാ, എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്നത് അവൻ തന്നെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കണ്ട. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ഞാൻ ഇങ്ങനത്തെ സാരി ഒന്നുമല്ല സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ട് അവിടെ പോകുന്നത്. ഞാൻ വിചാരിച്ച സാരിയാണ് കേട്ടോ, എനിക്ക് കിട്ടിയതുമില്ല. എന്നിട്ട് ഏതെങ്കിലും ഉള്ളൊരു സാരി എടുക്കാമെന്നുള്ളൊരിതിൽ ഞാൻ കുറച്ച് സാരിയൊക്കെ എടുത്ത് വെച്ച് നോക്കി. എന്നിട്ട് എനിക്ക് അത്രയ്ക്കങ്ങോട്ട് ഓക്കെ ആവുന്നതേ ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സാരിയുടെ കളറെന്ന് വെച്ചാൽ പച്ചയാണ് കേട്ടോ. പച്ചയിൽ ഇങ്ങനെ ലെയർ കണക്കൊരു ഇതൊക്കെ വന്നിട്ട് ഇതാണ് റെഫറൻസ് ഫോട്ടോ ആയിട്ട് ഞാൻ കൊണ്ടുപോയത്. സത്യത്തിൽ ഈ സാധനം അവിടെ ഇല്ലായിരുന്നു. എന്നിട്ട് അമ്മ പറഞ്ഞു, നിനക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് വാ, നമുക്ക് പോവാം, ഇനിയിപ്പം ഇതിനായിട്ട് ചുമ്മാ ചുറ്റിക്കറങ്ങി നടക്കണ്ടല്ലോ, നീ ഏതെങ്കിലും എടുത്തിട്ട് വാന്ന് പറഞ്ഞിട്ട് എനിക്കങ്ങോട്ട് ഓക്കെ ആവുന്നതേ ഇല്ല. എനിക്കിഷ്ടപ്പെട്ട അതുമാത്രമല്ല, ഈ രാമചന്ദ്രനിൽ പോയാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് സാരി ട്രയൽ ചെയ്തൊക്കെ നോക്കിയാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ട്രയൽ ചെയ്ത് ഇവരെന്ന് പറഞ്ഞാൽ അങ്ങനെ ട്രയലൊന്നും ചെയ്ത് നോക്കാൻ അവിടെ ആരും ഇല്ല. നമ്മൾ തന്നെ വേണമെങ്കിൽ ഏതെങ്കിലും സാരി എടുത്ത് വെച്ച് നോക്കാം. അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ട്രയൽ ചെയ്ത് നോക്കാൻ പറ്റുമായിരുന്നെങ്കിൽ സെറ്റായിരുന്നു. പക്ഷെ അതിന് പറ്റിയില്ല. പിന്നെ ഞാൻ പോയിട്ട് വലിയൊരു 10-25,000 രൂപയുടെ സാരിയൊന്നും അല്ലല്ലോ എടുക്കാൻ പോയത്. ഒരു 1,000-2,000 രൂപയ്ക്കകത്ത് നിൽക്കുന്ന ഒരു സാരി നോക്കാമെന്നും പറഞ്ഞാണല്ലോ ഞാനും പോയത്. അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു കൊച്ചി, നീ ഏതെങ്കിലും എടുത്തിട്ട് വാ, നമുക്ക് പോവാം, ഇല്ലെങ്കിൽ വേറെ കടയിൽ കയറാമെന്ന് പറഞ്ഞു. വേറെ കടയിൽ കയറി ഇറങ്ങി എനിക്ക് ഒന്നാമത് ഇന്നത്തെ തന്നെ മൂഡും കൂടി ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, ഇവിടെ നിന്ന് ഏതെങ്കിലും എടുത്തിട്ട് പോവാമെന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരെണ്ണം സെലക്ട് ചെയ്തു കേട്ടോ. അത് ഞാൻ വീഡിയോ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഇതൊരു സീക്വൻസ് വെച്ച സാരി ആയിരുന്നു കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ ഈ ചുമ്മാണ് ഈ സാരിയൊക്കെ നോക്കുന്നത്. എന്നെക്കൊണ്ട് സാരിയൊന്നും എടുത്ത് നടക്കാൻ പോലും എന്നെക്കൊണ്ട് പറ്റത്തില്ല. പിന്നെ എന്തിനാണ് ഞാൻ ഈ സാരീസൊക്കെ നോക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ അമ്മ കുറച്ച് നേരം ടോപ്പിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്നെങ്കിലും നമ്മ ഒന്നും എടുത്തില്ല. എന്നിട്ട് ഇതാണ് ഞാൻ വാങ്ങിച്ച സാരി എന്ന് പറഞ്ഞാൽ കേട്ടോ. 1,500 രൂപയ്ക്കകത്ത് വരുന്ന സാരി ആയിരുന്നു കേട്ടോ. ഈ കാണുന്ന ഈ കറക്റ്റ് ഈ പച്ചയല്ല കേട്ടോ, ഇത്തിരി ലൈറ്റ് പച്ചയാണ്. അതുപോലെ തന്നെ ഞാൻ റെഫറൻസ് ഫോട്ടോ കാണിച്ചില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട സാരിന്ന്. അതിലെ സെയിം വയലറ്റ് കളർ അതേ ബ്ലൗസ് അങ്ങനത്തെ ആണ് കേട്ടോ വരുന്നത്. ഇത് മുന്താണിയാണ്. അപ്പം എന്തായാലും അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്കും ഈ സാരിയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ലാസ്റ്റ് എനിക്കും ഇത് തന്നെ ഇഷ്ടപ്പെട്ട് ഞാൻ ഇത് തന്നെ എടുത്തു. ഇനി ഇതിനെക്കാട്ടി വലിയൊരു ഹൈലൈറ്റ് കാര്യം എന്ന് വെച്ചാൽ ഇത് ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ട് എനിക്ക് തന്നെ എൻ്റെ ബ്ലൗസിൻ്റെ കയ്യിലെ അവിടെയൊക്കെ നമ്മൾ ഈ ഡിസൈൻ ചെയ്യത്തില്ല, അങ്ങനെ എനിക്ക് തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും എനിക്ക് തന്നെ ഒന്ന് ഡിസൈൻ ചെയ്യണം. എനിക്ക് ആര്യവർക്കെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും നമുക്ക് യൂട്യൂബ് ദൈവം ഉണ്ടല്ലോ, നമുക്ക് നോക്കി ചെയ്യാം എന്നുള്ളൊരു ഇതിലൊക്കെയാണ് ഞാൻ ഇരിക്കുന്നത്. നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, മാക്സിമം നോക്കണം. പിന്നെ ഈ ഇങ്ങനെ അടുക്കി ഇങ്ങനെ നല്ല പ്ലീറ്റ് കണക്കി ഇരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതുകൊണ്ടാണ് ഞാൻ അത് വീണ്ടും ആ ഷോട്ട് എടുത്തത്. എന്നിട്ട് പിന്നെ അവിടുന്ന് സാരിയൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും പറയുന്നതല്ല, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ. Yeah.